ഹായ് ഹലോ ഫ്രണ്ട്സ്, ദൃശ്യം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഓഫീസിൽ ഒരു ഓണം സെലിബ്രേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടാ. ഒരുപാട് വലിയ രീതിയിലുള്ള ഒരു ഓണം സെലിബ്രേഷനൊന്നും ആയിരുന്നില്ല. എന്നാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒത്തുകൂടാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞു നമ്മൾക്ക് ഒരു ഓണം സെലിബ്രേഷൻ നടത്താം, ചെറിയ രീതിയിൽ മതി എന്നൊക്കെ പറഞ്ഞു. ഓണസദ്യ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓണസദ്യ നടത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു ഗെയിംസുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടി കുറച്ച് നേരം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു, സന്തോഷത്തോടെ ഇരുന്നു. നല്ല നല്ല കുറച്ച് മൊമെൻറ്റ്സുകൾ കിട്ടി. ഈ ഒരു ഓണക്കാലം എല്ലാവർക്കും ഒരുപാട് നന്മകളും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ. എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. തുടർന്നുള്ള ജീവിതത്തിൽ ഈ ലോകത്ത് എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മലയാളികളുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്, അല്ലെ? അതിപ്പോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും ഓണം ആഘോഷിക്കുന്നുണ്ടാവും. കാരണം മലയാളികൾ ഇല്ലാത്തൊരു സ്ഥലമില്ലല്ലോ, അല്ലെ? കണ്ടോ, ആദിക്ക് എന്തോ പറയാനുണ്ട്. ആദി പറയൂ, എന്താണ് ആദിക്ക് പറയുന്നത്? ആദിക്ക് പറയാനുള്ളത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ എന്നാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ഏതിടത്തിരുന്ന് നോക്കുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മുടെ മലയാളികളുള്ളതുകൊണ്ട് ഓണത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളും ചെറുതായിട്ട് ഇപ്പോൾ ഓണത്തിൻ്റെ അന്നൊന്നും ആവില്ല ഓണാഘോഷം ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഫീസിൽ കുറച്ച് നേരത്തെ ഓണം ആഘോഷിച്ചു. അതേപോലെ ഓരോ ആളുകളും അവരവരുടെ സമയത്തിനനുസരിച്ചാണ് ഇപ്പോൾ ഓരോ ആഘോഷങ്ങളും നടത്തുക. പിറന്നാളാണെങ്കിലും മറ്റെന്ത് സെലിബ്രേഷൻസുകളാണെങ്കിലും നമ്മുടെ സൗകര്യം അല്ലെങ്കിൽ എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുന്ന ദിവസമാണ് നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് ആ പരിപാടികൾ കണ്ടക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഓണാഘോഷം എല്ലാവർക്കും വരാൻ പറ്റുന്ന ദിവസം ഇന്നാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ ചെറുതായിട്ടൊരു ഓണാഘോഷം നടത്തി. ഇന്ന് നല്ല ദിവസമായിരുന്നു ഗൈസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നി. കാരണം എല്ലാവരും കുട്ടിക്കാലത്തേക്ക് തിരിച്ചു വന്നൊരു പ്രതീതി. കാരണം നമ്മൾ സ്കൂളുകളിലൊക്കെ ചെയ്യുന്ന പോലെ ബലൂണ് വീർപ്പിച്ച് പൊട്ടിക്കുക, അതുപോലെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഇട്ട് കളിക്കുന്ന കളികളൊക്കെ ഉണ്ടല്ലോ. അത്തരം കളികളും ഒക്കെ കൂടെ ആയപ്പോൾ ഓണാഘോഷം വളരെ എന്താ പറയുക, ഒരു ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒന്നായി മാറി എന്ന് വേണം പറയാൻ കേട്ടോ. എന്തായാലും ഇങ്ങനത്തെ ഒരു നല്ല ദിവസം നമുക്ക് ദൈവം അനുവദിച്ച് തന്നതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അങ്ങനെ ഈ വരാൻ പോകുന്ന ഓണത്തെ എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിറഞ്ഞ സംതൃപ്തിയോടെ സ്വീകരിക്കാനും ആഘോഷിക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.